ഹലോ ഗായ്സ്, നമ്മുടെ കോഴിക്കോട് ഫാമിലി ഒത്തൊരു ട്രിപ്പ് പോവാണ്. അപ്പൊ ഇന്നത്തെ വ്ളോഗിന് ഒരു കോഴിക്കോടൻ ടച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. എവിടെയാ പോണേന്നൊക്കെ പോണ വഴി ഞാൻ പറഞ്ഞു തരാം. അങ്ങനെ നമ്മളുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ബ്യൂട്ടിഫുൾ ട്രിപ്പാക്കി മാറ്റാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇതാണ് ഞങ്ങളുടെ വൈബ് ഗ്രാൻഡ്മ. എന്തുകൊണ്ടാണ് ഞാൻ വൈബ് ഗ്രാൻഡ്മ എന്നൊക്കെ പറഞ്ഞതെന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലായി. വളരെ പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ല. എന്നാ പിന്നെ ട്യൂഷന് വീട്ടിൽ ഒരു സദ്യ ആവാം. അങ്ങനെ പള്ള നിറച്ച് ചോറ് കഴിച്ചതിന് ശേഷം എമിൻ്റെ വക ഒരു പാട്ടുമായിട്ടായി പിന്നീടുള്ള യാത്ര. ഇനി നമ്മൾ പോണ സ്ഥലത്തിനെ കുറിച്ച് പറയാവേ. നമ്മൾ പോണത് തുഷാരഗിരിയിലേക്കാണ്. തുഷാരഗിരി വാട്ടർഫോൾസ് ഞാൻ ഒരു തവണ മുൻപ് പോയിട്ടുണ്ട്. എന്നാലും ഫാമിലി ഒന്നിച്ച് പോകുന്നത് വേറെ തന്നെ വൈബാണല്ലോ. പോണ വഴിക്ക് നമ്മൾ വേറൊരു വെള്ളച്ചാട്ടം കണ്ട്. ഇതാണ് അവിടുത്തെ ഈ ലോങ് എന്നുള്ള വ്യൂ. പിന്നെ ഒന്നും നോക്കില്ല, കുട്ടികളായിട്ട് നേരെ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ തീരുമാനിച്ചു. ദാ പോണി കുരുപ്പോള്. വെള്ളം കണ്ടാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആക്രാന്താണല്ലോ. വീട്ടിൽ നേരെ ചോനെ കുളിക്കാതെ നമ്മുടെ മക്കളും വെള്ളച്ചാട്ടം കണ്ടാൽ പിന്നെ വെള്ളത്തിലെടുത്ത് ചാടല് മസ്റ്റ് ആണല്ലോ. നമ്മൾ അധിക സമയം അവിടെ ചെലവഴിക്കാൻ നിന്നില്ല. നമ്മളുടെ സമയം പോയിക്കൊണ്ടിരിക്കല്ലേ. അപ്പൊ പിന്നെ നേരെ തുഷാരഗിരിയിലേക്ക്. ഇനി കഥയിൽ ഒരു ട്വിസ്റ്റ് ആയാലോ. തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ പോയ നമ്മൾ വെള്ളത്തിൽ ഇറക്കൂല പറഞ്ഞു. പിന്നെന്തിനാപ്പം നമ്മൾ അത് കാണാൻ പോണേ? അങ്ങനെ ചന്തുവിനെ തോപ്പിക്കാനാവില്ല മക്കളെ. അങ്ങനെ ഞങ്ങൾ വേറൊരു ഹിഡൻ സ്പോട്ടിലേക്കായി നമ്മുടെ യാത്ര. തുഷാരഗിരി വെള്ളച്ചാട്ടം അത്ര ഫ്ലോപ്പ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മുടെ ഇക്കാക്കൻ്റെ ഐഡിയ ആണ് കേട്ടോ ഈ സ്പോട്ട്. നിങ്ങൾ എൻ്റെ കൈ പിടിച്ചോളി, ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ എന്നെ ഒന്ന് പോടിയെന്ന് പറഞ്ഞ് ആട്ടി വിട്ടിട്ട് രണ്ടാളുടെ കൈ പിടിച്ച് വരുന്ന നമ്മുടെ ഉമ്മമാരുടെ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഡോറയുടെ പ്രയാണത്തിലെ പോലെ മല, കുന്ന്, കാട് അങ്ങനെ കുറെ കടമ്പകൾ കടന്നു വേണം കേട്ടോ നമ്മൾ ഈ ഹിഡൻ സ്പോട്ടിലേക്ക് എത്താൻ. കണ്ടില്ലേ ഞങ്ങളുടെ ഗ്രാൻഡ്മ എന്ത് കഷ്ടപ്പെട്ടിട്ടാ ഇവിടെ വരെ എത്തുന്നതെന്ന്. അങ്ങനെ നമ്മളുടെ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഹിഡൻ പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. വന്ന പാടെ തന്നെ കുട്ടികൾ അതാ വെള്ളത്തിലായിട്ടോ. അത് കണ്ടിട്ട് ഊതിയായിട്ട് പാടില്ല വാപ്പാർക്കും ഉമ്മമാർക്കും. നമ്മളും കുട്ടികൾ തന്നെയാണല്ലോ നമ്മുടെ വാപ്പൻ്റെ ഉമ്മന്. പിന്നെ വെള്ളത്തിൽ കളിക്കാൻ എന്തെന്ന് പ്രായമൊക്കെ. അങ്ങോട്ട് ഇറങ്ങുക തന്നെ. വെള്ളത്തിൽ ഇറങ്ങിയ പാടം തന്നെ അവിടുന്ന് കല്ല് പറക്കി മറ്റുള്ള അദ്ദേഹത്തെ എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെറുത്. നീന്തട കണ്ടാ നിങ്ങൾ എൻ്റെ വീഡിയോ എടുക്കാണ് എന്ന് പറഞ്ഞിട്ട് എടുക്കണ്ടേ എന്ന് പറഞ്ഞ ഓവർ ഷോ ഇടുകയാണ് നമ്മുടെ ചെറുത്. വെള്ളത്തിൽ ഇറങ്ങാൻ മടിച്ചിട്ട് കരയിലിരുന്ന് കാല് പൊക്കുന്ന ഞാൻ. നമ്മുടെ വീട്ടിലെ ഗുണ്ടനെ വെള്ളത്തിൽ പിടിച്ച് മുക്കുകയാണ് ഷെബി. ഓൻ അവസാനം ഓന്റെ സൂപ്പർ ഹീറോനെ രക്ഷകനായിട്ട് വിളിച്ചു. ഇനിയിപ്പോ പപ്പന്റെ മേലെ ആവാൻ കസരത്ത്. കണ്ടില്ലേ കുറിപ്പ് കാണിക്കണത്. അങ്ങനെ വിവിധ തരം കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ് ഞാൻ. അതാ അടുത്തൊരു കാഴ്ച, തള്ളക്കുരങ്ങും കുട്ടിക്കുരങ്ങും വെള്ളത്തിൽ ഇറങ്ങിയിട്ട് തണുത്ത് വെച്ചിരിക്കുകയാണ് അവൻ. കഷ്ടപ്പെട്ട് നീന്തൽ പഠിക്കുന്നത് നമ്മളുടെ ഐസുമ്മ. പപ്പന്റെ മേളിലെ കസരത്തിന് ശേഷം ഉമ്മന്റെ മേളിലെ കസരത്ത്. അങ്ങനെ എന്തെല്ലാം കാഴ്ചകൾ. ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ. ഇവിടുത്തെ വെള്ളം തന്നെ കണ്ടില്ലേ, എന്തൊരു തെളിഞ്ഞ വെള്ളമാണ്, നല്ല പച്ച കളറ്. നമ്മളുടെ ചാട്ടമൊക്കെ കണ്ടിട്ട് പൂതിയായിട്ട് അവസാനം നമ്മളുടെ വൈബ് ഗ്രാൻഡ്മ ഇറങ്ങുകയാണ്. ഇതൊക്കെ കണ്ട ആർക്കാണ് കരയിൽ കയറി ഇരിക്കാൻ തോന്നുക? അങ്ങനെ പർദ്ദയാണ് ഇട്ടിരിക്കുന്നത് കൂടി ഓർക്കാതെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി നീന്തി നമ്മളുടെ ഉമ്മുമ്മ. ഇതാണ് ഞാൻ മുന്നേ മെൻഷൻ ചെയ്തത് വൈബ് ഗ്രാൻഡ്മ. കണ്ടില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? ഇവിടെ വരെ വന്നല്ലേ, എന്നാ പിന്നെ ഒരു റീലായാലോ എന്ന ആശയവുമായി ഒട്ടും പഴയതല്ലാത്ത ന്യൂജൻ സ്റ്റെപ്പുമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഞാനും ഇവിടെ എത്താതെ. നമ്മുടെ വലിയ പ്ലാൻ കണ്ടിട്ട് റീൽസ് എടുക്കാനുള്ള ആളുകളുടെ എണ്ണവും കൂടി. പക്ഷെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയുള്ള സ്റ്റെപ്പ് ആയതുകൊണ്ട് ഞങ്ങൾ ഈ റീല് ഇവിടം കൊണ്ട് തന്നെ അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മളെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ട്രിപ്പ്. കല്ല് പറക്കി എറിഞ്ഞ് എൻ്റെ കുട്ടി ക്ഷീണിച്ചു. ഇനി ബാക്കി കല്ല് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടാ. എല്ലാവരും കറക്കി എറിയട്ടോ. ഇനി കുട്ടികൾ മാത്രമല്ലാണ് ഗ്രാൻഡ്മയുടെ പവർ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന അതിസാഹസികമായ കാഴ്ചകളാണ്. കണ്ടില്ലേ കുട്ടിപ്പട്ടാളങ്ങൾ വടിയും കമ്പുമായിട്ടൊക്കെ നിൽക്കുന്നത്. അങ്ങോട്ട് പോയതും ഈ വഴിക്ക് തന്നെയാണ്. പക്ഷെ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഈ സ്പോട്ട് കാണിച്ചു തരാൻ. അതാണ് ഇവര് ഇത് കടക്കുന്നത് ഞാൻ ഷൂട്ട് ചെയ്തത്.
പക്ഷെ ഒരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അതിസാഹസികമായി ഊന്നി വലി എല്ലാരും വളരെ ഈസി ആയിട്ട് നമ്മുടെ ഇപ്പോഴത്തെ വഴി കൂടെ കയറി വന്നിട്ടോ. ശരിക്കും നമുക്ക് പോലും പോയിട്ടോ ആ ബുദ്ധി. അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോവുകയാണ്. തിരികെ പോണതിന് മുമ്പ് ഒരു ചായയും കൂടെ ആയാലോ. അങ്ങനെ ചായ കുടിക്കാൻ ഞങ്ങൾ നേരെ പോയിട്ട് താമരശ്ശേരി ചുരം സെക്കൻഡ് ഹെയർ പിന്നിലേക്കാണ്. ചുരത്തിൽ ചായ കുടിക്കുന്ന വൈബൊന്നും വേറെ എവിടെയും കിട്ടൂല. അങ്ങനെ ഞങ്ങൾ സ്പോട്ട് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാരും ചായയൊക്കെ കുടിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിരിക്കുകയാണ്. ശരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഫാമിലി ട്രിപ്പ് തന്നെയാണ്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യാത്രകളെയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫാമിലി കിട്ടിയാൽ നമ്മൾ അതിലും ഹാപ്പി ആവും. പിന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. See you next time. Bye bye.